നമസ്കാരം. ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് കിച്ചൺ ഗാർഡൻ തുടങ്ങണം. പക്ഷേ ആദ്യം എന്തൊക്കെ വാങ്ങണം? എവിടെ തുടങ്ങണം? എന്തെല്ലാം തയ്യാറാക്കണം? എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? സത്യത്തിൽ കിച്ചൺ ഗാർഡൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബങ്ങളും ഇവിടെ തന്നെയാണ് സ്റ്റക്ക് ആവുന്നത്. കാരണം അവർ കരുതുന്നത് ഈ കിച്ചൺ ഗാർഡനിങ് എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് ഒരുപാട് സമയം വേണം, ഒരുപാട് സ്ഥലം വേണം, ഒരുപാട് പണവും വേണം. പക്ഷേ അത് സത്യമല്ല. ഒരു കുടുംബത്തിന് കിച്ചൺ ഗാർഡൻ തുടങ്ങാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മതി. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കാര്യങ്ങളാണ്. അപ്പോൾ എവിടെയും സ്കിപ്പ് ആവാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളൊരു ബിഗിന്നർ ആണെങ്കിൽ നിങ്ങൾ കിച്ചൺ ഗാർഡൻ തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കിച്ചൺ ഗാർഡൻ ജേർണി വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. സ്റ്റെപ്പ് 1. ആദ്യം വേണ്ടത് ഒരു മൈൻഡ് സെറ്റ് ആണ്, ആ ഒരു മനോഭാവം. ഞാൻ ആദ്യം പറയാൻ പോകുന്നത് ഗ്രോ ബാഗിനെ കുറിച്ചല്ല, വിത്തിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചല്ല. ഞാൻ പറയാൻ പോകുന്നത് മൈൻഡ് സെറ്റ് ആണ്. കാരണം പലരും ഈ കിച്ചൺ ഗാർഡനിങ്ങിനെ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. എന്നാൽ ഇതൊരു ജേണിയാണ്. ഒരു സീഡ് നട്ടു കഴിഞ്ഞാൽ നാളെ തന്നെ അതിന്റെ ഹാർവസ്റ്റ് കിട്ടില്ല. നേച്ചറിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്വഭാവമുണ്ട്, അതിൻ്റെതായിട്ടുള്ള ഒരു ഓൺ ടൈമിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പേഷ്യൻസ് വേണം, ഒരു ലേണിംഗ് മൈൻഡ് സെറ്റും വേണം. ഇപ്പോൾ നമ്മളൊരു കിച്ചൺ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും കുറച്ച് ചെടികൾ നല്ലപോലെ വളർന്നുണ്ടാവും. എന്നാൽ ചിലത് അത് സർവൈവ് ആവില്ല, അതിന് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അത് ബിഗിനേഴ്സ് ആയാലും അതേപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആളുകളായാലും അത് ഒരേപോലെയാണ്. ബിഗിനേഴ്സ് ആകുമ്പോൾ അത് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യും, എക്സ്പീരിയൻസ്ഡ് ആളുകൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. ഞാൻ കണ്ടിട്ടുള്ള വിജയകരമായ ഗാർഡനേഴ്സിന്റെ സീക്രട്ട് അവർ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, അവർ കൺസിസ്റ്റന്റ് ആണ്. സ്റ്റെപ്പ് 2. സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലം വേണം. ഇപ്പോൾ ഞാൻ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം പറയാം. നമുക്ക് ഗാർഡൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലം വേണം. നിങ്ങൾക്ക് ടെറസ് ഉണ്ടോ, അല്ലെങ്കിൽ ബാൽക്കണി ഉണ്ടോ, അല്ലെങ്കിൽ വിൻഡോയുടെ സൈഡ് ഉണ്ടോ, അല്ലെങ്കിൽ മുറ്റമുണ്ടോ, ഇതൊന്നുമല്ല പ്രശ്നം. അവിടെ നിങ്ങൾക്ക് സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതാണ് പ്രധാനം. പല വെജിറ്റബിൾസിനും കുറഞ്ഞതൊരു 4 മുതൽ 6 മണിക്കൂർ വരെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടണം. അല്ലെങ്കിൽ ചെടി വളരുകയൊക്കെ ചെയ്യും, പക്ഷെ അത് അധികം പൂവിടില്ല. അപ്പോൾ അധികം ഈൽഡ് നമുക്ക് കിട്ടില്ല. അതിനാൽ ആദ്യം തന്നെ നിങ്ങളുടെ വീട്ടിൽ എവിടെയാണ് സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് കൂടുതൽ ലഭിക്കുന്നത്, ആ സ്ഥലം നമ്മൾ ഒബ്സർവ് ചെയ്ത് കണ്ടെത്തണം. ആ സ്ഥലമാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഗാർഡൻ ലൊക്കേഷൻ. സ്റ്റെപ്പ് 3. സോയിൽ ആൻഡ് കണ്ടെയ്നേഴ്സ്. മൂന്നാമത്തെ അടിസ്ഥാന കാര്യം സോയിൽ ആണ്. ഒരു കിച്ചൺ ഗാർഡനിങ്ങിന്റെ ബേസിക് ഫൗണ്ടേഷൻ. പല ബിഗിനേഴ്സും ചെയ്യുന്ന മിസ്റ്റേക്കും അതാണ്. അവർ നേരെ തൊടിയിലുള്ള മണ്ണെടുത്തിട്ട് പോട്ടിൽ നിറക്കും, വിത്തിടും, പിന്നീട് അതിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ വിത്ത് ഗ്രോ ചെയ്തു വരില്ല. അപ്പോൾ നമ്മൾ ഡ്രസ് ആവും, എങ്ങനെ അത് നിർത്തുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള മണ്ണ് വേണം. സിമ്പിളായി പറഞ്ഞാൽ നല്ല മണ്ണ് വേണം, നല്ല ഓർഗാനിക് കമ്പോസ്റ്റ് വേണം, അതേപോലെ തന്നെ ലൂസ് മെറ്റീരിയൽസ് വേണം. ഇവിടെ എല്ലാം ഒരു ബാലൻസ് വേണം. അതുപോലെ തന്നെ കണ്ടെയ്നേഴ്സ്, അതിന് ഗ്രോ ബാഗ് ആയാലും ചെടിച്ചട്ടി ആയാലും ഇനി നിങ്ങളുടെ വീട്ടിലുള്ള റീസൈക്കിൾ ബക്കറ്റ് ആയാലും ഒന്നും കുഴപ്പമില്ല. അതിന് വെള്ളം വാർന്നു പോകാനുള്ള അടിയിൽ ഡ്രൈനേജ് നിങ്ങൾ ഹോൾസുകൾ ഇട്ട് വെക്കണം, അടിയിലും സൈഡിലുമായിട്ട്. ഒരിക്കലും മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കരുത്. കെട്ടി നിന്നാൽ ചെടി വളരില്ല, ചെടി നശിച്ചു പോകും. ആ ചെടിച്ചട്ടിയുടെ അല്ലെങ്കിൽ ഗ്രോ ബാഗിന്റെ വലിപ്പം ആ നമ്മൾ നടുന്ന ചെടിയുടെ വേരുകൾക്ക് വളരാനുള്ള ഒരു സ്പേസ് അതിൽ വേണം. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റെപ്പ് 4. ശരിയായ സീഡ് തിരഞ്ഞെടുക്കുക. പലരും ആദ്യ ദിവസം തന്നെ ഒരു 10-25 സീഡ് വാങ്ങും, എന്നിട്ട് ആകെ കൺഫ്യൂഷൻ ആവും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾ സ്റ്റാർട്ട് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് പച്ചമുളക്, വെണ്ട, അതിനൊന്നും അധികം കൂടുതൽ പരിചരണം ആവശ്യമില്ല. വഴുതന, തക്കാളി, ഇതുപോലുള്ള ഒരു 4-5 ഐറ്റംസ് മാത്രം നമ്മൾ തുടങ്ങുക. ഇത് ബിഗിനേഴ്സിന് ഫ്രണ്ട്ലി ആണ്. പെട്ടെന്ന് തന്നെ അതിന്റെ കോൺഫിഡൻസ് നമുക്ക് വർദ്ധിക്കും. കാരണം അധിക പരിചരണം ആവശ്യമില്ല. ഒരു ദിവസം ഒരു 10 മിനിറ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് രാവിലെ പോയിട്ട് ഇലകളുടെ അടിയിലും മുകളിലൊക്കെ ഒന്ന് പരിശോധിക്കുക, ഒബ്സർവ് ചെയ്യുക. എന്തെങ്കിലും കീടങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ കളറിന് മാറ്റം വരുന്നുണ്ടോ, എന്തെങ്കിലും ഡോട്ടുകൾ വരുന്നുണ്ടോ. തുടക്കത്തിൽ തന്നെ നമ്മൾ അത് കണ്ടെത്തിയാൽ നമുക്ക് അതിനെ ഭേദപ്പെടുത്തിയെടുക്കാൻ കഴിയും. അതിന് വേണ്ട പെസ്റ്റിസൈഡ്സും ഫംഗിസൈഡ്സും അതേപോലത്തെ ന്യൂട്രിയൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, എല്ലാം ഓർഗാനിക് ആയിട്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ, പിന്നീട് സ്ലോലി എക്സ്പാൻഡ് ചെയ്താൽ മതി. സ്റ്റെപ്പ് 5. ഓർഗാനിക് ന്യൂട്രീഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. ചെടികൾക്കും ഫുഡ് വേണം, പ്രൊട്ടക്ഷൻ വേണം. ഒരു കുഞ്ഞിന് നമ്മൾ ഹെൽത്തി ഫുഡ് കൊടുക്കുന്ന പോലെ തന്നെ ചെടികൾക്കും ന്യൂട്രീഷൻ കൊടുക്കണം. അതിനെ നമുക്ക് ഓർഗാനിക് ഫെർട്ടിലൈസ് ഉപയോഗിക്കാം. അതുപോലെ പെസ്റ്റ് വരുമ്പോൾ ഓർഗാനിക് സൊല്യൂഷൻസ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നീം ഓയിൽ,
മോര് പാൽക്കായ മിശ്രിതം, ഗാർലിക് ചില്ലി മിശ്രിതം, സിമ്പിൾ സൊല്യൂഷൻസ് ഉപയോഗിക്കാം. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇന്ന് പ്രോബ്ലംസ് വരാത്ത ഒരു ഗാർഡനും ഇന്ന് ലോകത്തില്ല. പക്ഷേ സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രോബ്ലംസ് വളരെ കുറവാണ്. അതിനാൽ പാനിക് ആവണ്ട. ലേൺ ചെയ്യുക, ഒബ്സർവ് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. പല പേരൻസും പറയുന്നുണ്ട് ഇന്ന് കുട്ടികൾക്ക് വെജിറ്റബിൾസിനോട് ഒരു താല്പര്യമില്ല എന്ന്. പക്ഷേ നിങ്ങൾ ഒരു സീഡ് നട്ട് അത് വളർന്ന് അതിൽ നിന്ന് ഒരു തക്കാളി ഉണ്ടാൽ നിങ്ങളുടെ കുട്ടികളായിരിക്കും ആദ്യം അത് പറിച്ചെടുക്കാൻ വരിക. കാരണം അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന വെജിറ്റബിൾ അല്ല, അത് അവർ ഉണ്ടാക്കിയെടുത്ത വെജിറ്റബിൾ ആണ്. കിച്ചൺ ഗാർഡൻ ഒരു വെജിറ്റബിൾസ് മാത്രം ഗ്രോ ചെയ്യുന്നില്ല, നമ്മുടെ നേച്ചറിനോടുള്ള ഒരു ബോണ്ടിങ് കൂടിയാണ്, ഒരു കണക്ഷൻസ് കൂടിയാണ് അവിടെ. പിന്നെ ഒരു കാര്യം ഓർക്കണം, സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എല്ലാം പെർഫെക്ഷൻ ആകണമെന്നില്ല. പെർഫെക്റ്റ് നോളജും വേണ്ട, പെർഫെക്റ്റ് ടൈമിങ്ങും വേണ്ട. നിങ്ങൾക്ക് വേണ്ടത് ഒരു ചെറിയ തീരുമാനം മാത്രം. ഇന്ന് തുടങ്ങണം എന്നൊരു തീരുമാനം. കാരണം ഗാർഡനിങ് തുടങ്ങുന്നത് ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നത് കൊണ്ട് മാത്രമല്ല, അത് ചെയ്യുമ്പോഴാണ്. ഒരു വർഷം കഴിഞ്ഞ് രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടാവും. ഒരാൾ പറയും ഞാൻ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു, മറ്റൊരാൾ പറയും ഇതാണ് എൻ്റെ ആദ്യത്തെ തക്കാളി. നിങ്ങൾ ഏത് ഗ്രൂപ്പിലായിരിക്കും? അത് ഇന്ന് നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിലാണ്. സ്റ്റാർട്ട് സ്മോൾ, സ്റ്റാർട്ട് സിമ്പിൾ, സ്റ്റാർട്ട് ടുഡേ. നിങ്ങൾക്കും വീട്ടിൽ വിജയകരമായിട്ടുള്ള ഒരു അടുക്കളത്തോട്ടം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ബിഗിനേഴ്സിനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഫ്രീ കിച്ചൺ ഗാർഡൻ കിക്ക് സ്റ്റാർട്ട് ഗൈഡ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും. അവിടെ ഞാൻ റെഗുലർ ആയിട്ട് നിങ്ങൾക്ക് ടിപ്സും ഗൈഡൻസും അപ്ഡേറ്റ്സും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ കിച്ചൺ ഗാർഡൻ തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.